ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഞാൻ എന്താണെങ്കിലും ഇരുന്നിട്ടുള്ള പരിപാടി ഇന്നെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പോൾ ഒരു കല്യാണത്തിന് പോകുമ്പോൾ ഒരു വെഡ്ഡിങ് ഗസ്റ്റ് ലുക്ക് അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകുമ്പോൾ ഞാൻ എങ്ങനെയാണ് റെഡി ആവുന്നത് എന്നുള്ളത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഭയങ്കരമായ പ്രോഡക്ട്സ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം ഇത് ഒരു കൈൻഡ് ഓഫ് നോ മേക്കപ്പ് ലുക്കാണ്. കാരണം വളരെ നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്ട്സ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ആകെ ഞാനൊന്ന് മേക്കപ്പ് എന്ന് പറഞ്ഞ് ചെയ്യാൻ പോകുന്നത് ഒന്ന് ഐ ഷാഡോവും പിന്നെ നമ്മുടെ മുടിയും ഹെയർ സ്റ്റൈലും മാത്രമാണ്. അപ്പോൾ എന്തായാലും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ഐ എം ഗോയിങ് ടു അപ്ലൈ എ ലിപ് ബാം. എന്താ വെച്ചാൽ നമ്മളെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ചുണ്ട് നല്ല ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് ഇട്ടാൽ ഒരു വൃത്തി വേണം എന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് വെക്കുക ആദ്യം തന്നെ. അതൊരു ടിപ്പാണ് എന്ന് പറയാം നോർമൽ. അപ്പോൾ ഞാൻ എന്തായാലും ആദ്യം ലിപ് ബാം അപ്ലൈ ചെയ്ത് വെച്ചു. ഇനിയുള്ള സ്റ്റെപ്സ് നമുക്ക് സ്കിൻ കെയർ ആണ്. സ്കിൻ കെയർ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞാൻ ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട് സിറം. ഇത് ഡോട്ട് ആൻഡ് കീയുടെ നിയാസിനമൈഡ് സിറം ആണ്. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ എന്ത് മേക്കപ്പ് ഇടുന്നതിന് മുന്നേയും നമ്മുടെ സ്കിന്ന് നല്ല പോലെ മോയ്സ്ചറൈസർ ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നല്ല പാച്ചസ് പോലെ ഉണ്ടാവും, ഇങ്ങനെ വര വീഴും നമുക്ക് മേക്കപ്പൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ സിറം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെയ്യാൻ പോകുന്നത് എൻ്റെ ഡോട്ട് ആൻഡ് കീയുടെ തന്നെ വൈറ്റമിൻ C+E മോയ്സ്ചറൈസർ ആണ്. ഇത് ഞാൻ കുറച്ചധികം എന്തായാലും ഇടുന്നുണ്ട്. കാരണം നല്ല ചൂടാണ് പുറത്ത്, നമുക്ക് അൺസൈക്കബിൾ എന്ന് തന്നെ പറയാം. അതുകൊണ്ട് നല്ലപോലെ ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് മോയ്സ്ചറൈസർ കുറച്ച് അപ്ലൈ ചെയ്തോളൂ, കുറച്ചധികം. ഒരു കുഴപ്പമില്ല, ഒന്നും സംഭവിക്കാൻ പോകില്ല. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നല്ലപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്ന് ഞാൻ സാരി ലുക്കാട്ടോ ചെയ്യുന്നത്, ഞാൻ പറയാൻ വിട്ടുപോയി. ഇന്ന് ഞാൻ പുതിയതൊന്നുമല്ല, എൻ്റെ അമ്മേൻ്റെ സാരിയാണ്. അതും പുതിയെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് നാളായിട്ടുള്ള കുറേ മുന്നേ അമ്മ വാങ്ങിയിട്ടുള്ള ഒരു സാരിയാണ്. ഒരു വിൻറ്റേജ് കാഞ്ചീപുരം എന്ന് പറയാം. കാരണം മുന്നേ ഉള്ള ടൈപ്പ് ഓഫ് സാരിയാണ്. പക്ഷെ അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്, നമ്മുടെ വിൻറ്റേജ് കളക്ഷൻസ്. അപ്പോൾ അത് ഞാൻ ചുമ്മാ അമ്മേൻ്റെ വാർഡ്രോബ് തപ്പിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്ന, അപ്പം ഞാൻ അത് ഉടുക്കാമെന്ന് വിചാരിച്ചു. ബ്ലൗസും അമ്മേൻ്റെ തന്നെയാണ്. പഴയ ബ്ലൗസ് ആയതുകൊണ്ട് അമ്മ അപ്പം ഉണ്ടായതിനേക്കാൾ ഇപ്പം കുറച്ച് വണ്ണം വെച്ചു. അപ്പോൾ എനിക്ക് കുറച്ച് ടൈറ്റ് ആക്കാനുണ്ടായിരുന്നു. ഞാൻ ടൈറ്റൊക്കെ ആക്കിയിട്ട് ഞാൻ ആക്ച്വലി ബ്ലൗസ് ഇട്ടിട്ട് അതിൻ്റെ മേലെ ഈ ഡ്രസ്സ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് വെയർ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഞാൻ കുറച്ച് ലുക്ക് മാറ്റി പിടിക്കുന്നുണ്ട്. ഞാനിന്നൊരു ലോ ബൺ ഹെയർ സ്റ്റൈലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താവും എന്നറിയില്ല, കൊള്ളൂല്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ മാറ്റി കിട്ടും. ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു, അതൊന്ന് കുറച്ചൊന്ന് സ്കിന്നിലേക്ക് പിടിക്കട്ടെ. അപ്പോൾ മോയ്സ്ചറൈസർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ സൺക്രീമും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ഒരു കാലാവസ്ഥക്ക് എന്ന് പറയുന്നത്. മാക്സിമം നിങ്ങൾ ഉപയോഗിച്ചോളുക, വേറെ വഴിയൊന്നുമില്ല. മറ്റേ 3 ഫിംഗർ റോളൊന്നും ഞാൻ ചെയ്യാറൊന്നുമില്ല കേട്ടോ. ഞാൻ കുറച്ച് നല്ലപോലെ മുഖത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. എനിക്ക് കുറച്ചും കൂടി ഇങ്ങനെ ഒരു വാട്ടറി ആയിട്ടുള്ള സൺക്രീമാണ് ഇഷ്ടം. കീക്കി ആയിട്ട് നിൽക്കുന്ന എനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഗ്ലോയി സ്കിന്നായിട്ട് തോന്നാൻ ഇങ്ങനത്തെ കുറച്ചൊരു വാട്ടറി കൺസിസ്റ്റൻസിയാണ് നല്ലതെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ സൺക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതാണ് ഒരു മേക്കപ്പ് സംഭവം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത്. ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ ഒരു മെയ്ബലിൻ്റെ ഒരു ലിക്വിഡ് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ആണ്. ലിക്വിഡ് ഫൗണ്ടേഷൻ പറയാൻ പറ്റില്ല, മാറ്റ് പ്ലസ് പ്രോസ്ലെസ്. ഇതിലും SPF ഉണ്ട്, പക്ഷെ ഇതിലുള്ള SPF നമുക്ക് അത്ര കൺവീനിയൻ്റ് അല്ല. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ SPF അപ്ലൈ ചെയ്തിട്ടുണ്ട് മുഖത്ത്.
ഇത് മാത്രമാണ് ഞാൻ ഒരു ടിൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതും ഇത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രം. നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് കണ്ടാൽ തന്നെ അറിയാം. ഇതെൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് എമൗണ്ട്, വളരെ കുറച്ച്, ഇത് തന്നെ അധികമാണെന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ ഇത് കുറച്ചും കൂടെ ഒന്ന് ലൈറ്ററാക്കാൻ വേണ്ടിയിട്ട്, ഇത് കുറച്ചൊരു മാറ്റ് ഫിനിഷുള്ള സംഭവമാണ്. എനിക്ക് ആ മാറ്റ് ഫിനിഷ് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ സൺ പ്രൊട്ടക്ഷൻ ക്രീം അല്ലെങ്കിൽ നമ്മുടെ സൺ ക്രീം ഞാൻ കുറച്ച് ഇതിൻ്റെ കൂടെ മിക്സപ്പ് ചെയ്യും. അതിന് ശേഷമാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കാരണം ഇതിൻ്റെ ഇത്ര മാറ്റ് ഫിനിഷ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് കുറച്ചൊന്ന് ലൈറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഐ എം ഗോയിങ് ടു അപ്ലൈ ഓൺ ഫേസ്. നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യാം. ഞാൻ കൂടുതലും എനിക്ക് ഈ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ള സ്ഥലത്ത് കുറച്ചിട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ട് സ്പ്രെഡ് ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം എനിക്ക് അധികം ഒരു പുട്ടി ലുക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് വളരെ കുറച്ചിതാ, ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുക, ഇവിടെയൊക്കെ വേണ്ടിയിട്ട് മാത്രം കുറച്ച്. ബാക്കിയുള്ളത് ഞാൻ നല്ലപോലെ കഴുത്തിൽ ആക്ച്വലി കുറച്ചും കൂടെ വേണ്ടി വരും. നമുക്ക് കുറച്ചും കൂടി ഇടാം. ആദ്യം ഞാൻ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യട്ടെ. ബ്ലെൻഡർ വേണേൽ ബ്ലെൻഡർ ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ബ്രഷ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ സംഭവം ഉപയോഗിക്കുന്നതേ ഉള്ളൂ. എനിക്ക് ഈ സംഭവം ഇട്ടാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഭയങ്കര സെൻസിറ്റീവാണ് എൻ്റെ സ്കിന്ന്. പെട്ടെന്ന് പിമ്പിൾസ് വരും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടാൻ നിൽക്കാറില്ല. പിന്നെ ഇതിപ്പോൾ ഒരു ഫങ്ഷൻ ആയതുകൊണ്ടും ഈ സാധനം എൻ്റെ കയ്യിലുള്ളത് കൊണ്ടും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ബ്രഷിനെ കൊണ്ട് ശരിക്കും സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് അറിയുന്ന പോലെ അങ്ങ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്നും എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. മൈക്ക് വാങ്ങിക്കാം. ഇത് ഞാൻ ഉള്ളതുകൊണ്ട് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു സംഭവമാണ്, ജസ്റ്റ് എൻ്റെ സൺക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ബ്ലഷും കൂടി ഇട്ട ഒരു മേക്കപ്പ് ലുക്ക് നമുക്ക് കിട്ടും. അതാണ് മെയിൻലി ഞാൻ ചെയ്യുന്ന സംഭവം. ഇതിപ്പോൾ ഈ സാധനം കയ്യിലുള്ളത് കൊണ്ട് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ഓക്കെ ആണെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് ഞാനൊന്ന് കഴുത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. ചുട്ടും എന്തിനോ ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്. ഞാൻ അവളെ കണ്ടിട്ടില്ല, ഞാൻ മേലേക്ക് കയറി വന്നത്. Okay, done with the foundation. Okay, ഇനി നമുക്ക് ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് കുറച്ചൊന്ന് തുടക്കാനുണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ കുറച്ച് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഐ ഷാഡോ ഇടാൻ പോവാണ്. ഇതെങ്ങനെയാന്ന് തോന്നുന്നു. ഞാനിവിടെ മാർസിൻ്റെ ഒരു ഐ ഷാഡോ പാലറ്റ് ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഞാൻ ഇന്ന് നമ്മൾ പകൽ സമയത്തുള്ള പരിപാടി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ സ്മോക്ക് ചെയ്യൊന്നും ചെയ്യുന്നില്ല. നോർമൽ ഒരു സാധാരണ ഏതെങ്കിലും ഒരു ഷെയ്ഡ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. എനിക്കിതിൽ ന്യൂഡ് ഷെയ്ഡ്സ് ഇല്ല ആക്ച്വലി, പക്ഷെ എനിക്ക് ന്യൂഡ് ഷെയ്ഡ്സ് ആണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ട്രഡീഷണൽ ലുക്കല്ലേ. അപ്പം ഞാൻ ഈ ഒരു പിങ്ക് ആൻഡ് ഈ ഒരു ബ്രൗണ് കുറച്ചൊന്ന് മിക്സ് ആക്കാൻ വിചാരിക്കുന്നു. ഞാൻ ചെയ്ത് നോക്കട്ടെ എന്തായാലും. ആദ്യം നമുക്ക് താഴെ ബ്രൗൺ കൊടുക്കാം. കാരണം എൻ്റെ എന്ന് വെച്ചാൽ നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് എൻ്റെ സാരി വന്നിട്ട്.
നല്ല ഡാർക്ക് കളറാണ്. അതുകൊണ്ട് ഞാനൊരു ഡാർക്ക് ബ്രൗൺ താഴെ കൊടുത്തിട്ടുണ്ട്. ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, എൻ്റെ സാരി നല്ല മെറൂൺ ഷെയ്ഡ്. ഓക്കെ, ഞാൻ ഈ ഒരു ബ്രൗൺ കൊടുത്തു. ഇനി അതിൻ്റെ മേലെ ഒരു പിങ്ക് കൊടുക്കാം കുറച്ച്. ഞാൻ ആക്ച്വലി കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ഈ സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ വെറുതെ ഉപയോഗിക്കാണ്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ പൊതുവേ ഞാൻ നോർമൽ സ്കിൻ കെയറും കാര്യങ്ങളും മാത്രം ചെയ്തിട്ട് ചെയ്യാറുള്ളത്. പിന്നെ ഇതൊക്കെ ഞാൻ എന്തിനായിരുന്നു ഇത് ഞാൻ എന്തോ ഓഫറുള്ള ടൈമിൽ അങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചുമ്മാ പെട്ടിയിൽ വെച്ച് പൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ഉപയോഗിക്കുന്നേ ഉള്ളൂ. ഇഷ്ടമാണ് എനിക്ക് ഉപയോഗിക്കാൻ. പിന്നെ ഇതിന് ഒരുപാട് സമയം എടുക്കും ആക്ച്വലി നമ്മൾ റെഡിയാവുമ്പോൾ. അതുകൊണ്ടാണ് എനിക്ക് ഒന്നാമത്തെ എൻ്റെ മടി കാരണം എനിക്കിഷ്ടമില്ലാത്ത. ഇതിനൊക്കെ നമുക്ക് ഭയങ്കര ക്ഷമ വേണം, അതുപോലെ തന്നെ കുറച്ചധികം സമയം വേണം. എനിക്ക് ആ സമയം ഇപ്പം തീരെ ഇല്ല, അതാണ് പ്രശ്നം. ചുട്ടുള്ളോണ്ടേ റെഡിയാവുക ഓടുക അതാണ് പരിപാടി. ഇപ്പം ഞാൻ അവളെ തന്നെ റെഡിയാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ എൻ്റെ ഇത് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് റെഡിയാക്കാൻ. ഈ ഒരു ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഞാൻ സാരി കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് ഇതിൽ സ്റ്റോപ്പ് ചെയ്യാണ്, അധികം ഡാർക്ക് കൊടുക്കുന്നില്ല. എല്ലാം കൂടെ തേക്കോലാക്കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഐ ആം ഡൺ വിത്ത് ദി ഐ ഷാഡോ. ഇനി നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം. അപ്പം ഞാൻ ഇതാ ഐബ്രോസും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ എനിക്ക് ഐലൈനർ ചെയ്യണം. ഐലൈനർ എനിക്ക് ഈ കണ്ണാടി വെച്ചിട്ട് ചെയ്യുന്നത് അത്ര സുഖകരമായിരിക്കില്ല. അപ്പം ഞാൻ എന്തായാലും എൻ്റെ ഐ വരഞ്ഞിട്ട് വരാം. ഞാനൊരു ചെറിയൊരു വിങ്സ് ഇട്ടിട്ട് സാധാരണ എപ്പോഴും ചെയ്യുന്ന പോലത്തെ ഐലൈനറാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എന്തായാലും പോയിട്ട് വരച്ചിട്ട് വരാം. ഓക്കെ, അപ്പം ഞാൻ കണ്ണ് വരഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ കല്യാണത്തിനൊക്കെ പോകുന്നതായത് ഞാൻ താഴെയും കൂടെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. കാജൽ വെച്ചിട്ട് തന്നെ സാധാരണ നമ്മുടെ ഹിമാലയ കാജൽ അത് വെച്ചിട്ട് ഞാനൊന്ന് താഴെയും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് എൻ്റെ ബോർഡർ ലൈൻ മാത്രം ജസ്റ്റ് ഒന്ന് വരഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു എന്താ പറയുക ഫില്ലിങ് കിട്ടാൻ വേണ്ടി മാത്രം. അല്ലെങ്കിൽ ഭയങ്കര പ്ലെയിൻ ആയി പോകും താഴെ. കണ്ണൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾക്ക് നമ്മുടെ മെയിൻ പാർട്ട് ബ്ലഷ് അപ്ലൈ ചെയ്യാം. ഞാൻ പെട്ടെന്ന് ചെയ്യുന്ന ഒന്നും കൊണ്ടല്ല കേട്ടോ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ എനിക്ക് കുറേ സമയമെടുക്കും റെഡി ആവാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞാൻ റെഡിയായി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഷുട്ടൂനെല്ലാം ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ്, നിങ്ങളൊന്നും വിചാരിക്കരുത് പ്ലീസ്. ഓക്കെ, ഞാൻ ബ്ലഷ് കൈവച്ചിട്ട് തന്നെ ചെയ്യുന്നത്. താടിക്ക് ഇച്ചിരി അധികമായി പോയി വന്നു, കുറച്ച് കഴിയുമ്പോൾ പോകും തോന്നുന്നു. അപ്പോൾ ഇതാ ഒരു മേക്കപ്പ് ലുക്ക് എന്ന് പറയാൻ സംഭവം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് പൊട്ട് വയ്ക്കേണ്ട പണിയുണ്ട്, ആക്സസറീസ് ഇടണം. അതിന് മുന്നേ എനിക്ക് സാരി ഉടുക്കണം. അപ്പം ഞാൻ എന്തായാലും പോയിട്ട് സാരി ഉടുത്തിട്ട് വരാം. ബാക്കി ആക്സസറീസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്നിട്ട് സെറ്റപ്പ് ചെയ്യാം. ഞാൻ എൻ്റെ സാരി കാണിച്ചു തരാം. എന്തായാലും ഞാൻ പോയിട്ട് റെഡി ആയിട്ട് വരാം. ഓക്കെ, സോ ഇതാണ് എൻ്റെ സാരി എന്ന് പറയുന്നത്. ഞാൻ ആക്സസറീസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ജസ്റ്റ് മുടി അപ്പം തന്നെ ഞാൻ കെട്ടി. ഇനിയിപ്പോൾ താഴെയാണ് പൂവൊക്കെ ഇരിക്കുന്നത്, അതിടണം. ഞാനൊന്ന് ആക്സസറീസും കൂടെ ഇട്ടിട്ട് താഴെ പോകാൻ വിചാരിക്കുന്നു. പൂവെക്കണം, പിന്നെ ലിപ്സ്റ്റിക്കും താഴെ ആയിപ്പോയി, അപ്പം അതും ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഞാൻ എൻ്റെ ആക്സസറീസും കൂടി ഒന്ന് ആഡ് ചെയ്യട്ടെ കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ബ്ലാക്ക് ഗോൾഡിൻ്റെ തന്നെയാണ് നെക്ക് പീസാണ് ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പോകുന്നത്. ഇതെൻ്റെ അടുത്ത് കുറേ വർഷമായിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ ചെറുതായിരുന്നപ്പോഴേ അച്ഛനും അമ്മയും വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പോകുന്നത്. ഐ തിങ്ക് ദിസ് ഇസ് ഗുഡ് വിത്ത് ഇറ്റ്. പിന്നെ ഞാൻ ഇന്നലത്തെ കല്യാണത്തിനിട്ട സെയിം കമ്മലാണ് ഇത്. ഇതിൻ്റെ കൂടെ നല്ലപോലെ കളർ മാച്ച് ആവുന്നതുകൊണ്ട് ഞാൻ ഇത് തന്നെ കൊടുക്കുന്നുണ്ട്. ഫുൾ ലുക്ക് വരുമ്പോഴായിരിക്കും ലുക്ക് ഉണ്ടാവുക. ഈ ഒരു കമ്മൽ ഞാൻ പെയർ ചെയ്യുന്നു. ഞാൻ പൂവൊക്കെ വെച്ചതിന് ശേഷമുള്ള ഫുൾ ലുക്ക് ഞാൻ താഴെ പോയിട്ട് നിങ്ങൾ ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. പുറത്തുനിന്ന് ഡേ ലൈറ്റിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ നോർമൽ എൻ്റെ റിങ്സ് കൊടുക്കുന്നുണ്ട്. ഇന്നെല്ലാം ഗോൾഡൻ കളർ തന്നെയാണ്. പിന്നെ എൻ്റെ ഒരു ബാങ്കിൾ ഒരെണ്ണം മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ എൻ്റെ DWയുടെ വാച്ച്. ഞാൻ ലിപ്സ്റ്റിക്ക് ഞാൻ ഇവിടെ ഉണ്ട് എന്നാണ് വിചാരിച്ചത്, അല്ലെങ്കിൽ എല്ലാ ലുക്കും കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ ഇല്ല. പിന്നെ നമുക്കൊരു പൊട്ട് വെച്ച് കൊടുക്കാം. ആക്ച്വലി ഈ കളറിലുള്ള പൊട്ട് എൻ്റെ അടുത്ത് കാണുന്നില്ല. ഐ തിങ്ക് ഇതിന് പശ ഉണ്ടാവും തോന്നുന്നു. നോക്കാം. യാ, അപ്പോൾ എന്തായാലും ഞാൻ താഴെ പോയിട്ട് ബാക്കിയും കൂടെ ചെയ്തിട്ട് ഞാൻ ഫുൾ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, സോ ഇതായിരുന്നു എൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എൻ്റെ ലിപ്സ്റ്റിക്കും പിന്നെ പൂവും താഴെ ആയതുകൊണ്ടാണ് ഞാൻ ആ ഫുൾ ലുക്ക് താഴെ നിന്ന് പിന്നെ ഡേ ലൈറ്റിൽ കാണിക്കാമെന്ന് വിചാരിച്ചത്. സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഭയങ്കര കോംപ്ലിമെൻ്റ് ചെയ്തു. സാരി നല്ല കളർ എന്നൊക്കെ പറഞ്ഞു. ലുക്കും നല്ലയുണ്ടെന്ന് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെയാണ് പൊതുവേ ഒരു കല്യാണത്തിന് പോകുമ്പോൾ ജസ്റ്റ് എങ്ങനെയാണ് ഒരുങ്ങുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും കൂടെ റെഡിയായി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, ഒരു 10:30 ആകുമ്പോൾ ഇറങ്ങി. എന്താ പറയുക, അപ്പോഴേക്കും നമ്മളങ്ങ് എത്തിയാൽ പിന്നെ റഷായിട്ട് ഓടിപ്പിടിക്കണ്ടല്ലോ. അപ്പോൾ ഷൂട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി. പിന്നെ എനിക്ക് അവളെ റെഡിയാക്കേണ്ടതുകൊണ്ടാണ് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ താഴെ വന്നിട്ട് എല്ലാം റെഡിയാക്കാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് എത്രമാത്രം കൺവീനിയൻ്റ് ആയിട്ടെല്ലാം മനസ്സിലായി എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന ഒരു രീതിയിൽ കാണിച്ചു എന്നേ ഉള്ളൂ.
അങ്ങനെ നമ്മളിതാ വെന്യൂലേക്ക് എത്തി. പിണറായി കൺവെൻഷൻ സെൻറ്ററിൽ പിണറായി ആയിരുന്നു കല്യാണം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് നല്ല ടൈമിംഗ് ആയിരുന്നു. ഇതാ ബ്രൈഡൽ എൻട്രി ഒക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റി. എന്താ പറയുക, പെർഫെക്റ്റ് ടൈമിനായിരുന്നു നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എല്ലാ പരിപാടിയും നന്നായിട്ട് കാണാൻ പറ്റി. ഇതിലെനിക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ സൗണ്ട് കട്ട് ചെയ്തത്. ശരിക്കും സൗണ്ട് എഫക്റ്റിൽ തന്നെ നിങ്ങൾ കേൾക്കണമായിരുന്നു. ഭയങ്കര അടിപൊളി പരിപാടിയായിരുന്നു. നല്ലൊരു ഗ്രാൻഡ് വെഡ്ഡിങ് ഫീല്, എന്താ പറയുക, എല്ലാം നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ആം വെരി ഹാപ്പി ഫോർ ഹെർ. എന്താ പറയുക, നമ്മൾ വളരെ ചെറുപ്പം തൊട്ട് കാണുന്ന രണ്ടാൾക്കാരായിരുന്നു. ചൈൽഡ്ഹുഡ് മുതലേ നമ്മൾ കാണും. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്തതും സംസാരിച്ചതും ഒക്കെ നമ്മൾ ക്ലാസ്മേറ്റ്സ് ആയതിനു ശേഷമാണ്. ആൻഡ് വി ഹാഡ് എ വെരി ഗുഡ് ബോണ്ട്. ഭയങ്കര നല്ലൊരു ബോണ്ട് ഉണ്ടായിരുന്നു നമുക്ക് എപ്പോഴും. എൻ്റെ കല്യാണത്തിനായാലും ത്രൂ ഔട്ട് അവൾ ഉണ്ടായിരുന്നു. എനിക്ക് അവളുടേനും പോകാൻ പറ്റി. എന്താ പറയുക, അങ്ങനെ എന്താ പറയുക, ഞാൻ കുറച്ചൊരു ഇമോഷണലായി അവളെ ആ ഒരു അറ്റയറിലൊക്കെ കണ്ടപ്പം. ഭയങ്കര സന്തോഷം തോന്നി എനിക്ക്. എന്താ അറിയില്ല, പെട്ടെന്ന് എന്തോ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഇതാ കുട്ടികൾ അവിടുന്ന് ഡാൻസ് കളിക്കുന്ന കണ്ടിട്ട് ഷുട്ടൂനും എന്താ കൂടെ തന്നെ കളിക്കുന്നുണ്ടായിരുന്നു. നല്ല പരിപാടിയായിരുന്നു. എല്ലാം അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു. ആൻഡ് ഷീ ഈസ് ലുക്കിംഗ് വെരി ഗോർജിയസ്. അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ നമ്മൾ നേരെ പോയി പെട്ടെന്ന് തന്നെ ഫുഡും കഴിച്ച് പെട്ടെന്ന് വീട്ടിലേക്ക് വിട്ടു. എല്ലാവരും പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.